ഹലോ, മെൻസ്ട്രൽ കപ്പ് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ആൻഡ് അതിൻ്റെ എക്സ്പീരിയൻസും കൂടെ ലൈവായിട്ട് പറഞ്ഞിരുന്ന ഒരു വീഡിയോ ആണത്. ആൻഡ് ഇപ്പോൾ ഒരു കുഞ്ഞി ആളും കൂടെ ഉണ്ട് കേട്ടോ, വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണ്. ആൻഡ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബ്രാൻഡ് സിനോറ ബ്രാൻഡിൽ ഇതാണ്. മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. മെൻസ്ട്രൽ കപ്പ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനിത് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യണ മുന്നേ ജസ്റ്റ് സോപ്പിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. കൈ ആദ്യം വൃത്തിയാക്കി വെക്കുക, സോപ്പിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് അതിനെ ചൂട് വെള്ളമല്ലേ അതിൽ ഒരു കുറച്ച് നേരം ഇട്ട് വെക്കുക, ഒരു 5 to 10 minutes അങ്ങനെ ഇട്ട് വെക്കുക ചെയ്തിട്ടുള്ളത്. ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. സോ എടുത്തിട്ട് വരുമ്പോൾ അത് കാണിച്ചു തരാം. ആൻഡ് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ഏകദേശം എല്ലാവർക്കും അത്യാവശ്യം നല്ല ബോധം ഉണ്ടാവും. ഇപ്പോൾ കുറേ പേരൊക്കെ അതാ യൂസ് ചെയ്യുന്നത്. അറിയാത്ത 1-2 ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞുതരാം. നമുക്ക് പാഡിനേക്കാളും വളരെ ഈസി എന്ന് ആദ്യം പറയാൻ പറ്റില്ല, എന്നാലും കംഫർട്ടബിൾ ആയിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. ആൻഡ് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഈ പാഡ് വെക്കാനും അതേപോലെ അത് ഡിസ്പോസ് ചെയ്ത് കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കൊക്കെ ഇപ്പോൾ ഈ വീട്ടിലത് ഡിസ്പോസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പാഡ് അത് ഈ വേസ്റ്റ് എടുക്കുന്നവർ ചിലവർ എടുക്കും, ചിലവർ എടുക്കില്ല, ഇവിടെ എടുക്കില്ല. സോ അങ്ങനെ കുറേ പ്രശ്നമൊക്കെ ഉണ്ട്. ആൻഡ് ഇത് ആദ്യമായിട്ട് വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് പറയണത്. ആൻഡ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മീഡിയം സൈസാണ്. എനിക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞത് കൊണ്ട് ഞാൻ മീഡിയം യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് വാങ്ങിച്ചിട്ടുള്ളത്. യൂസ് ചെയ്യാൻ പോകണം പിന്നെ പേടിയുണ്ടോ ചോദിച്ചാൽ എല്ലാവരും പോലെ എനിക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും കാലം വാങ്ങിക്കാതിരുന്നത്. ഒരു വാങ്ങിക്കണം എന്നുണ്ട്, എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വാങ്ങാം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണിത് കേട്ടോ. ആൻഡ് ഇനി ഇത് ഫൈനലി ഞാൻ ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് വാങ്ങിച്ചു. എനിക്ക് പിരിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പാഡാണ് വെച്ചിട്ടുള്ളത്. അത് മാറ്റിയിട്ട് ഇനി ഈ സാധനം ഞാൻ യൂസ് ചെയ്ത് നോക്കാൻ പോവാണ്. ആൻഡ് ഇതിൻ്റെ താഴെ വല്ല അനാവശ്യ കമൻറ്റ് ഇടുന്നവർക്ക് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം ഇതിന് മുന്നേ ഞാനൊരു ബ്രസ്റ്റ് ഫീഡിങ് ജേർണീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബ്രസ്റ്റ് ഫീഡിങ്ങിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ എനിക്ക് ബ്ലഡ് വന്നിട്ടുള്ളൊക്കെ ഒരു സ്റ്റോറി, അതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് എങ്ങനെയാണ് അതിൽ ഒരാളാണ് കമൻ്റ് അടിച്ചിട്ടുള്ളത്. അയാൾ ഒരു മോശം ആയിട്ടുള്ള രീതിക്കാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നും ഇങ്ങനെ ആൾക്കാരുണ്ടല്ലേ, അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത ടീംസ് ഇല്ല, അങ്ങനത്തെ ടീംസാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കമൻസിൽ പല ടൈപ്പ് ആൾക്കാരുണ്ടാവില്ല, അത് നമ്മൾ മൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ മെൻസ്ട്രൽ കപ്പ് എടുത്തിട്ട് വന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സാധനം. ഞാൻ വാഷ് ചെയ്ത് ചൂട് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ച ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇത് മീഡിയം സൈസ് ഇങ്ങനെ ഉണ്ടാവുക. ആൻഡ് ഇതിൻ്റെ ടിപ്പൊക്കെ കണ്ടില്ലേ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമേ കാണിച്ചു തരുന്നത് കേട്ടോ. ഞാനിത് എനിക്കറിയില്ല കേട്ടോ, ഞാനിങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ട് ഇങ്ങനെയാണോ, ഇങ്ങനെ അല്ലേ, ഇങ്ങനെ ഒരു ടൈപ്പും അല്ലേ, ഇങ്ങനെയാണോ വിരൽ വെച്ചിട്ട് ഇങ്ങനെ എന്തോ അല്ലേ അല്ലേ, ഇങ്ങനെയല്ലേ അല്ലേ, ഇങ്ങനെ ആണോ. 2 മെത്തേഡ് ഉണ്ട്. നമുക്ക് ഏതാ കംഫർട്ടബിൾ ആ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്ത് നോക്കാം. ഇൻസേർട്ട് ചെയ്തിട്ട് മെത്തേഡാണ് ഉള്ളത് കേട്ടോ. എനിക്ക് കാര്യമായിട്ട് അറിയൊന്നുമില്ല, എന്നാലും നമുക്ക് ഇത് വെച്ച് നോക്കാം. എനിക്ക് പിന്നെ ലൈവ് ഡെമോ എന്നൊക്കെ പറഞ്ഞാൽ ലൈവായിട്ട് അങ്ങോട്ട് വെക്കണം, അങ്ങോട്ട് കാണിക്കുന്നു കഴിച്ചിട്ട് ഏതെങ്കിലും ടീംസ് വന്നിട്ടുണ്ടോ, പിന്നെ ഇപ്പം തന്നെ അങ്ങോട്ട് കാണിച്ചു തരും കേട്ടോ. വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. അതൊക്കെ വെറുതെ തമ്മിലിന് വേണ്ടി ഇടുന്നതല്ലേ. ലൈവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഈ സാധനം ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ വെച്ചിട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ട്, എനിക്ക് എന്താ ഫീൽ ചെയ്ത്, അതാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ പോണേ കേട്ടോ. വെച്ചു എങ്ങനെയാണെന്നറിയോ, ഞാൻ അത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒരു കൈ ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് ഇതിങ്ങനെ അറ്റം ചെറുതാക്കിയിട്ട് ഇൻസേർട്ട് ചെയ്യുക ചെയ്ത്. ആൻഡ് ടു മൈ സർപ്രൈസ് അതങ്ങനെ എനിക്ക് പെയിൻഫുള്ളായിട്ടൊന്നും തോന്നിയില്ല. ബിക്കോസ് ഞാൻ മേ ബി നമുക്ക് ആ ഒരു വെജൈനൽ ആ ഒരു ഹോള് കുറച്ച് വലുതായിട്ടുണ്ടാവുമല്ലോ, ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം വെജൈനൽ ബേർത്താണ് എനിക്ക് നോർമൽ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് ഈസി ആയിട്ട് തോന്നിയത്. അല്ലെങ്കിലൊക്കെ ഞാൻ ഈ സംഭവമേ വാങ്ങിച്ചിട്ടുണ്ടാവില്ല പേടിച്ചിട്ട്, കാരണം എനിക്കത് പെയിൻഫുൾ ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് അത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. എനിക്കത് കറക്റ്റ് ആണോന്നോ ഇനി ലീക്കേജ് ഉണ്ടോ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അപ്ഡേറ്റ് പറയാം കേട്ടോ. ഇപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, കറക്റ്റായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ അത് ലീക്കാവും, പുറത്തേക്ക് വരും. എനിക്ക് കാര്യമായിട്ട് പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് അത് വെക്കുമ്പോൾ സമയത്ത് ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല. ആ ഏരിയ ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തിട്ട് വേണം വെക്കാൻ. പതുക്കെ നമ്മൾ ഒരു ടെൻഷനും പിടിക്കാതെ മെല്ലെ സമാധാനത്തിൽ ഒന്ന് ഇരിക്കുമ്പോഴല്ലേ ആ ഭാഗം ഒന്ന് ഓപ്പൺ ആവാം. കൈയൊന്ന് അങ്ങനെ വിടർത്തി കൊടുത്തിട്ട് വെക്കാം നമുക്ക്. എന്നാലും
കുറച്ചുകൂടെ പേടിയുള്ളവർക്ക് അല്ലെങ്കിൽ ആ ഹോള് ഭയങ്കര ചെറുതായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഇരുന്നിട്ട് പതുക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് മെല്ലെ 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 വെച്ചു കൊടുത്താൽ മതി. ഒറ്റ അടിക്ക് നമ്മൾ അത് ഇൻസേർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പെയിൻഫുൾ ആയിരിക്കും. എനിക്ക് പെയിൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്തോന്ന് ഉള്ളിലിരിക്കുന്ന ഫീൽ ആദ്യം തോന്നി കേട്ടോ. വെച്ച് അത് ഉള്ളിൽ പോയപ്പോൾ അതിൻ്റെ ടിപ്പ് അറ്റം ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അത് അറ്റം ഇങ്ങനെ എനിക്കിങ്ങനെ നിൽക്കുന്നുണ്ട് അറ്റം. അതിൻ്റെ ഉള്ളിലേക്ക് പോകുമെന്നോ കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്നും എനിക്കറിയില്ല. ലീക്ക് ആവുന്നുണ്ടെങ്കിൽ ഞാൻ വെച്ച പൊസിഷൻ കറക്റ്റ് അല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ റേറ്റ് അറിയാത്തവർക്ക് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ്, 349 അങ്ങനെ എന്തോ സംതിങ് ആണ് വരുന്നത്. നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കുറവാണ് തോന്നുന്നു. ഞാൻ എന്തായാലും സ്റ്റോറിൽ പോയിട്ടാണ് വാങ്ങിച്ചത്. ആൻഡ് ഇതല്ലാതെ വേറെ കുറേ ഉണ്ട്. സ്റ്റെറിലൈസറോട് കൂടിയിട്ട് വരുന്ന കപ്പുണ്ട്, അതിന് 400 സംതിങ് എന്തോ വരുന്നുണ്ട്. പക്ഷെ ഞാനത് മേടിച്ചില്ല, കാരണം സ്റ്റെറിലൈസറൊന്നും എനിക്ക് തോന്നുന്നൊന്നും ആവശ്യമില്ല. അതൊക്കെ വെറുതെ, അതിൻ്റെ ഒന്നും ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. നമ്മളെന്തായാലും ഈ സാധനം എടുത്ത് വാഷ് ചെയ്തിട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ സോപ്പിട്ട് കഴുകി ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ ജസ്റ്റ് ഇട്ട് ഒന്ന് കഴുകി എടുത്താൽ കുറച്ച് ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെറിലൈസ് ആയി. എന്നിട്ട് നീറ്റായിട്ട് യൂസ് ചെയ്ത ശേഷം അവർ തരുന്ന ഈ ഒരു സാധനമില്ലേ ഇതിൻ്റെ ഉള്ളിൽ, ഈ ഒരു ബാഗിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് എടുത്ത് വെച്ചാൽ പിന്നെ ആ മന്ത് നമുക്ക് ആവശ്യമില്ല. നനവോട് കൂടി എടുത്ത് വെക്കാതെ ഒന്ന് ഡ്രൈ ആയ ശേഷം ഇട്ടെടുത്ത് ഇതിനുള്ളിൽ വെച്ചാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് പീരീഡ്സിൻ്റെ ടൈമിൽ ഇത് ആവശ്യം ഉണ്ടാവുള്ളൂ. ആൻഡ് എനിക്ക് തോന്നുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പം മോസ്റ്റ് ഓഫ് ദി ഗേൾസ് ആൻഡ് വിമൺ ഒരു 30+നേക്കാളും എനിക്ക് തോന്നുന്നു ചെറിയ പിള്ളേരില്ലേ, നമ്മുടെ ടീനേജേഴ്സാണ് ഏറ്റവും കൂടുതൽ ഈ സാധനം യൂസ് ചെയ്യുന്നത്. അവർക്ക് ഭയങ്കര ഗട്ട്സും ധൈര്യമാണ് കേട്ടോ. നമ്മളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ ആ ടൈമാണ് ഈ സാധനം ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നേ എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ എല്ലാ പിള്ളേരും മോസ്റ്റ്ലി കപ്പാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും നല്ല യൂസ്ഫുൾ ആണ്. സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന സമയത്തെ ആ സമയത്തൊന്നും എനിക്ക് തോന്നുന്നു ഇത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സംഭവം ഒന്നും ഇല്ലേ, ഇനി എവിടെയെങ്കിലൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അറിയാത്താണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒട്ടും ആർക്കും അറിയാത്തൊരു സംഭവമായിരുന്നു. ഇപ്പോഴല്ലേ ഈ സാധനം, ഇപ്പം ഈ കുറച്ച് വർഷമായിട്ടല്ലേ ഈ സാധനം ഫേമസ് ആയിട്ടുള്ളത്. ആ സമയത്തൊക്കെ നമ്മൾ എന്തായിരുന്നു, പാഡും വെച്ച് പോകും, അവിടെ നിന്ന് ചേഞ്ച് ആക്കാം, അവിടെ യൂണിഫോമിലൊക്കെ ആവും. എനിക്കൊരു ദിവസമൊക്കെ ഓർമ്മ ഉണ്ട്, എൻ്റെ യൂണിഫോമിലൊക്കെ ആയിട്ട് ഞാൻ ഡ്രസ്സ് വീട്ടിൽ നിന്ന് വിളിച്ച് പാരൻസ് വന്ന് മാറ്റിച്ച് പിന്നെ ഞാൻ അന്ന് ലീവ് എടുത്ത് പോവുകയൊക്കെ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എപ്പോഴും നമ്മൾ തിരിഞ്ഞ് നോക്കും, അതാണ് മെയിൻ പ്രശ്നം. ഇപ്പോഴും ഞാൻ ഈ സാധനം വാങ്ങിക്കാൻ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുമ്പോൾ വരെ ബാക്കിലായിട്ടുണ്ടോ, ബ്ലഡിൻ്റെ സ്റ്റെയിൻ ആയിട്ടുണ്ടോ. നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ടല്ലേ പോകണം, അപ്പോൾ എണീക്കുമ്പോൾ ബാക്ക് തിരിഞ്ഞ് നോക്കാത്ത ഒരു പെൺകുട്ടി ഉണ്ടാവില്ല. അതിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നത് ഭയങ്കര റിലീഫായിട്ട് തോന്നുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ടൈമൊക്കെ വെക്കുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. വീട്ടിലിരിക്കുമ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഫസ്റ്റ് ടൈം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ യൂസ് ചെയ്യുക. കാരണം നമുക്കറിയാമല്ലോ ചിലപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടോ, ലീക്ക് ആവാൻ ചാൻസ് ഉണ്ടോ ഒന്നും നമുക്കറിയില്ല, കംഫർട്ടബിൾ ആയിരിക്കുമോ. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴോ അങ്ങനെയൊന്നും ഫസ്റ്റ് ട്രൈ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ഫസ്റ്റ് നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യുക. ആൻഡ് ഞാൻ സാധനം വെച്ചു. ഇനി ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ സാധനം വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇപ്പം എനിക്ക് ഫീൽ ചെയ്യണത് എന്താ വെച്ചാൽ, എന്തോ ഇരിക്കുമ്പോഴൊക്കെ എന്തോ ഒരു സാധനം ഉള്ളതായിട്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പെയിനൊന്നുമില്ല കേട്ടോ, ഒരു ടൈപ്പ് ഓഫ് പെയിനും ഫീൽ ചെയ്യുന്നില്ല. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ എൻ്റെ കറക്റ്റായിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. ഞാൻ ആ പറഞ്ഞിട്ട് പോയി കുറച്ച് നേരം ആകുമ്പോഴേക്കും എനിക്ക് ലീക്കാവാൻ തുടങ്ങി, ബ്ലഡ് ലീക്കാവാൻ തുടങ്ങി. എൻ്റെ ഇന്നേഴ്സിൽ ഇങ്ങനെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വെച്ചിട്ടുള്ളത് ആ ഒരു സീറ്റിംഗ്, ആ ഒരു കപ്പിൻ്റെ ആ ഒരു പ്ലേസ്മെൻറ്റ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാനത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ കൈയൊക്കെ സോപ്പിട്ട് വാഷ് ചെയ്തിട്ട് ഒന്നും കൂടെ ആദ്യം മുതൽ അതിനൊന്ന് ജസ്റ്റ് അതായത് കൈ വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ആ കപ്പിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ആ റൗണ്ട് ഷേപ്പ് ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്നിങ്ങനെ ടച്ച് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും, ഫീൽ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ടച്ച് ചെയ്ത് നോക്കി, അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങനെ വിട്ടു, നോക്കുമ്പോൾ വീണ്ടും ലീക്ക് ആവുന്നുണ്ട് ബ്ലഡ്. അപ്പോൾ ഞാൻ ശരി ഓക്കെ അത് റിമൂവ് ചെയ്തിട്ട് ആദ്യം മുതൽ ഇൻസേർട്ട് ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ റിമൂവ് ചെയ്യണത് കുറച്ച് ടാസ്ക്കാണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്യണതിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി റിമൂവ് ചെയ്യണത് സ്റ്റാർട്ടിങ്ങിൽ. അത് പെട്ടെന്ന് പിടിച്ചിങ്ങനെ വലിക്കാൻ പാടില്ല കപ്പിൻ്റെ അറ്റത്തിന്. ഞാൻ വലിച്ചൊന്നുമില്ല കേട്ടോ, കാരണം വലിച്ചാൽ അത് പെയിൻഫുൾ ആയിരിക്കും. കാരണം ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ഫോഴ്സ് ആയിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്, സക്ഷനായിട്ട്. ആ ഒരു വാക്യൂമിൻ്റെ ഒരു ഇതിലാണ് അങ്ങനെ നിൽക്കുന്നത്, എയറിൻ്റെ. അപ്പോൾ ഞാൻ അതിന് മുന്നേ വീഡിയോസൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ChatGPTൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ചോദിച്ച് വെച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് ആ കൈ ഇൻസേർട്ട് ചെയ്തിട്ട് ആ കപ്പിൻ്റെ ഏറ്റവും അടിഭാഗമല്ലേ അതിലിങ്ങനെ അമർത്തി പിടിച്ചിട്ടാണ് താഴേക്ക് ഇങ്ങനെ മെല്ലെ വലിച്ചപ്പോൾ ആദ്യമൊന്നും വന്നില്ല, പിന്നെ അത് മെല്ലെ അങ്ങനെ ഊരി വന്നു. സോ
അങ്ങനെ എടുത്ത ശേഷം അത് കുറച്ച് അതിലുണ്ടായിരുന്നു, ബ്ലഡ് ഉണ്ടായിരുന്നു. ഞാനത് വാഷ് ചെയ്തിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് ടൈം ഇൻസേർട്ട് ചെയ്തപ്പോൾ എനിക്ക് ലീക്കേജ് അത്രയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഒന്ന് ഓക്കെ ആയി. പിന്നെ ഞാനത് ഈവനിങ് ആണ്, ഒരു 4 to 5:30 ഒക്കെ ആകുമ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവിടെ കപ്പ് കാണാനില്ല. അതായത് അതിൻ്റെ ആ അറ്റല്ലേ, ആ ഇത്രയുള്ള നീളമുള്ള ഒരു സാധനം, ആ സ്റ്റെമ്മ് പോലത്തെ, അത് സാധാരണ അവിടെ നമുക്ക് ടച്ച് ചെയ്താൽ ഫീൽ ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മുടെ വെജൈനൽ ഓപ്പണിങ്ങിൻ്റെ അവിടെ. പക്ഷേ നമ്മളത് വെച്ച് കുറേ നേരം കഴിയുമ്പോൾ അത് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. മീൻസ് അങ്ങനെ ഭയങ്കരമായിട്ട് ഉള്ളിലേക്കൊന്നും പോവില്ല, ടച്ച് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ ഫീൽ ചെയ്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പാനിക്കായിട്ട് ഒന്ന് പേടിച്ചു, സാധനം അവിടെ കാണാനില്ലാന്ന്. പക്ഷേ ഒന്ന് സൈഡിലോട്ട് ടച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് കുറച്ചൊന്ന് കൈയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ഉണ്ട് സാധനം. പക്ഷെ എന്താ, കുറച്ച് ഉള്ളിലോട്ട് പോയി. നമ്മൾ ആദ്യം ഫീൽ ചെയ്ത പോലെ ആ മുൻഭാഗത്ത് തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ടാവില്ല, അത് നല്ല ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് ഒന്ന് ക്ഷമയോടെ ടെൻഷൻ അടിക്കാതെ ഒന്നും കൂടെ ഇരുന്ന് മെല്ലെ, ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ പിൻ ചെയ്ത് മെല്ലെ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് റിമൂവ് ആവും. എനിക്ക് ആ ടൈമിൽ കുറച്ചൊന്ന് പെയിൻ ഒന്നും പറയാൻ പറ്റില്ല, ഒരു ഡിസ്കംഫേർട്ട്, ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് എനിക്ക് തോന്നി കേട്ടോ. അത് ഇൻസേർട്ട് ചെയ്യുമ്പോഴും ശരി, എടുക്കുമ്പോഴാണ് എനിക്ക് നല്ലവണ്ണം അത് തോന്നണത്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളെക്കാളും ഇപ്പോൾ മാരേജൊക്കെ കഴിയാത്ത അല്ലെങ്കിൽ ഡെലിവറി ഒന്നും കഴിയാത്ത പെൺകുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളാരെങ്കിലും ഈ കാണുന്നവർ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ പറയുക. ഇത് തോന്നിയത് കൊണ്ട് ഞാൻ അതെടുത്തിട്ട് നൈറ്റ് ഒന്ന് ചെറിയൊരു ഹോട്ട് വാട്ടറിൽ ജസ്റ്റ് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് പിന്നെ അതെടുത്ത് നല്ലോണം വൈപ്പ് ചെയ്ത് തുടച്ച് വെള്ളമില്ല എന്ന് ഉറപ്പാക്കിയിട്ട് കൈയൊക്കെ സോപ്പിട്ട് വാഷ് ചെയ്തിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ കിടന്നുറങ്ങി. പക്ഷേ എനിക്ക് കുറച്ച് നേരം കഴിയും എനിക്ക് 2 തൊടഭാഗത്തും കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അത് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഇന്നലെ എനിക്ക് ഫീൽ ചെയ്തു. മേ ബി എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈ കപ്പ് വെക്കുന്നത് കൊണ്ട് നമ്മുടെ ബോഡിക്ക് ഫീൽ ചെയ്യുന്ന ഒരു അൺകംഫർട്ടബിൾ ആണോ അങ്ങനെയാണോ എന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കത് എന്തോ ഒരു വേദന എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി പീരീഡ്സിൻ്റെ ബുദ്ധിമുട്ടാണോ എന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നല്ല അടിപൊളി യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണെന്ന് എനിക്ക് നെക്സ്റ്റ് ഡേ ഒക്കെ ആയപ്പോഴേക്കും ലീക്കേജ് ഉണ്ടോ വെച്ചാൽ ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് ചില സമയത്തൊക്കെ ചെറുതായിട്ട് നമ്മുടെ പാൻറ്റീസിൽ ഇങ്ങനെ ഡ്രോപ്പായിട്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ലേശം ആവാറുണ്ട്. ഇപ്പം ഞാൻ വെക്കുന്നത് തെറ്റായിട്ടാണോ, ഞാൻ ആദ്യമായിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അറിയില്ല. പക്ഷേ അത് വലിയ പ്രോബ്ലം ആയിട്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ എവിടെയും പോകുമ്പോൾ എന്തെങ്കിലും ഒരു പാൻറ്റി ലൈനർ പോലെ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് ജസ്റ്റ് അവിടെ വെച്ച് കൊടുത്താൽ മതി. അത്രയ്ക്ക് നമുക്ക് പേടി ഉണ്ടെങ്കിൽ. അതല്ലാതെ ഇങ്ങനെ നമുക്ക് ഈ പാഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല, എപ്പോഴും പോകണം, വാഷ് ചെയ്യണം, പിന്നെ നമ്മൾ അണ്ടർവെയർ അവിടെ നിന്ന് തന്നെ വാഷ് ചെയ്യണം, എല്ലാം ഒരു എന്താ പറയുക, നമുക്ക് ഒന്നാമത് ഭയങ്കര വയറുവേദന ആയിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ടയേർഡും ക്ഷീണവും എല്ലാം ഉണ്ടാവും. ആൻഡ് ഇത് വേറെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് ക്ലീൻ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അതുമാത്രമല്ല നമ്മുടെ ആ ഒരു വെജൈനൽ ഭാഗത്തും എല്ലാവിടെയും വീണ്ടും വീണ്ടും ഇങ്ങനെ ആ ബ്ലഡ് ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. അത് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നും എനിക്കൊക്കെ. പിന്നെ രണ്ടാമത് സ്മെല്ലാണ്. നമ്മൾ പാഡായാലും എന്ത് യൂസ് ചെയ്താലും, തുണി യൂസ് ചെയ്താലും മെയിനായിട്ട് പാഡിലാണ് ഒരു സ്മെല്ല് വരും. ഒരു കുറച്ച് നേരം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പീരീഡ്സ് ആയിട്ടുണ്ട് എന്നുള്ളൊരു സ്മെല്ല് നമുക്ക് ഫുൾ ബോഡിയിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന പോലെ തോന്നും. അതില്ല ഈ ഒരു സംഭവത്തിൽ. പിന്നെ ഇതിപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്. കുറച്ച് ഞാൻ ആ ഒരു കപ്പായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നല്ല എന്താ പീരീഡ്സ് ആണെന്ന് തോന്നാതില്ല, എന്നാലും വയറുവേദന ഉള്ളപ്പോൾ നമുക്ക് തോന്നും വയറുവേദനയൊന്നും കുറയില്ല ഈ സാധനം യൂസ് ചെയ്യുമ്പോൾ, അതൊക്കെ അതേപോലെ ഇരിക്കും. പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ ബ്ലീഡിങ് ആയി എല്ലാവിടെയും ആയി ആ ഒരു ഫീലിംഗ് ഒന്നും അധികം അങ്ങനെ അറിയണില്ല, ആവുണ്ട് എന്നൊന്നും അങ്ങനെ അറിയണില്ല. എന്തായാലും സംഭവം രസമുണ്ട്. എന്തായാലും ഇത്രയും കാലങ്ങൾ ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്തതിന് മുന്നേ ട്രൈ ചെയ്തിരിക്കാമെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു നല്ലൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇപ്പോഴത്തേക്ക് എനിക്ക് ഇതാണ് പറയാനുള്ളത് കേട്ടോ. കാരണം ഞാനിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ, ഒരു 1 day ഫുള്ള് യൂസ് ചെയ്ത് നെക്സ്റ്റ് ഡേ ഞാൻ അതിൻ്റെ ഒരു ഇത് പറയണത്. എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി. എനിക്കത് ഇൻസേർട്ട് ചെയ്യുമ്പോഴും പുറത്തേക്ക് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ എനിക്കൊന്ന് ബുദ്ധിമുട്ട് തോന്നണത്. അത് മേ ബി കുറച്ചും കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ മാറും, അങ്ങനെ തോന്നിയത്. ആൻഡ് എനിക്ക് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്, ഈ കപ്പൊക്കെ നമുക്ക് യൂസൊക്കെ ചെയ്യാം, പക്ഷെ ഭയങ്കരമായിട്ട് കുറച്ചെങ്കിലും ഹൈജീനിക്കായിട്ട് നമുക്ക് ഉള്ളിലേക്ക് വെക്കുന്ന ഒരു സാധനമല്ലേ. അപ്പോൾ അത് എത്ര നമ്മൾ ക്ലീനായിട്ടും ഹൈജീനിക്കായിട്ടും ഇരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അങ്ങനെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് എന്തായാലും ഉണ്ടാവും. അത് മാത്രം എല്ലാവരും നന്നായിട്ടൊന്ന് നോക്കണം. പിന്നെ കുറേ ആൾക്കാരുണ്ട് പാഡ് വെച്ച് കഴിഞ്ഞാൽ റിമൂവേ ചെയ്യില്ല, അത് എടുക്കുകയില്ല. ഒന്നാമത് അവർക്ക് മടിയാവും, അല്ലെങ്കിൽ വെളിയിൽ എവിടെയും പോയി കഴിഞ്ഞാൽ വീടെത്തുന്നവരെയും അവർ ആ സാധനം അങ്ങനെ വെച്ചിരിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ആൻഡ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാഡ് വെച്ചിട്ടുണ്ടാവും. ആൻഡ് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ വീണ്ടും ഒരു പാഡ് വാഷ്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അത് വെച്ചിട്ട് വരും. പക്ഷേ തിരിച്ച് വരുമ്പോൾ വെളിയിലായിരിക്കും വേസ്റ്റ് ബിൻ ഉണ്ടാവുക. ആ വേസ്റ്റ് ബിന്നിൽ ഈ പാഡ് ഇടാനുള്ളതാണ്. പക്ഷെ അതിലേക്ക്
ഒന്നും ഇടുന്നത് ഞാൻ കാണില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് അവൾ പറയുന്നത് ഞാൻ എടുത്ത് മാറ്റൊന്നുമില്ല, എടുത്ത് മാറ്റിയിട്ട് അത് ഇടൊന്നുമില്ല. ആ വെച്ചിരിക്കുന്ന പാഡില്ലേ, ഈ നിറഞ്ഞിരിക്കുന്ന പാഡ്, അതിൻ്റെ മുകളിലേക്ക് തന്നെ പുതിയ പാഡ് എടുത്തിട്ട് അതും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടാണ് അവൾ യൂസ് ചെയ്യും ഈവനിങ് വരെ. അല്ലെങ്കിൽ വീട് എത്തുന്നവരെയും ഇന്നൊരു പാഡ് എടുത്തിട്ട് ആ പാഡിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് വയ്ക്കും, എന്നിട്ട് അതും കൊണ്ട് ഇങ്ങനെ നടക്കും. അതൊക്കെ എനിക്കറിയില്ല കേട്ടോ, എത്ര ഹൈജീനിക് ആണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ എൻ്റെ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇതാണ്. ആദ്യം വെക്കുമ്പോൾ അത് മുന്നിലുണ്ടെങ്കിലും പിന്നീട് ചിലപ്പോൾ നല്ലോണം ഉള്ളിലേക്കൊക്കെ പോകും. നമ്മൾ അത് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട, അങ്ങനെ ഉള്ളിൽ കയറി വേറെ എവിടെ എത്തൊന്നുമില്ല. അതെന്തായാലും അത് ആ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ഒന്ന് മെല്ലെ സമാധാനത്തിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിനെ കിട്ടും. അത്ര എനിക്ക് പറയാനുള്ളൂ. ആൻഡ് മൊത്തത്തിൽ ഈ സംഭവം അടിപൊളിയാട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇതേപോലെയുള്ള അടിപൊളിയായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ട് പെട്ടെന്ന് വരുന്നവരെ ബൈ.